പട്ടാളക്കാരാ പിടിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൺഗ്രാജുലേഷൻസ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സാർ. സാറിന്റെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞു. കളിച്ചു പിടിച്ച് നടന്നെങ്കിൽ ഒന്നൊക്കെ കാര്യങ്ങൾ വായിക്കല്ലേ കണ്ട് പഠിക്കണ. സാർ അവരുടെയൊക്കെ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സാറേ. സാറേ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, സെലക്ഷന് പോണതിന് മുമ്പ് സാറിനെ വന്ന് കാണുക, സാറിന്റെ അനുഗ്രഹം വാങ്ങിക്കുക, സാറിന്റെ മനസ്സിൽ പ്രാർത്ഥിക്കുക അല്ലേ? ഏതായാലും മിടുക്കനായ ഒരു പട്ടാള ഓഫീസർ ആവണം, എന്റെ അച്ഛനെ പോലെ, മേജർ ബെഞ്ചമിൻ ബ്രിട്ടോ. പക്ഷെ ഞാൻ ജനിച്ചപ്പോ അച്ഛൻ പോയി. നല്ല ബെസ്റ്റ് ജനനം. വീരമൃത്യുവായിരുന്നു. സാർ എന്തോ സാറേ വീരമൃത്യു എന്നൊക്കെ പറഞ്ഞ് അവനെ പേടിപ്പിക്കുന്നത്? അവൻ ഇതുവരെ കൊണ്ട് എത്തിച്ച പാടെ ഞങ്ങൾക്കറിയാം. അതെ, പിന്നെ നീയൊക്കെ അവന് ജോലി ഉണ്ടാക്കി കൊടുത്ത, നീയൊക്കെ പോയാല് എന്ത് ഞങ്ങൾക്ക് എടുക്കാത്തത്? എനിക്ക് പട്ടാളം ഇഷ്ടമല്ല സാറേ. എനിക്ക് പഠിച്ച് പിന്നെ സാറിനെ പോലെ വലിയൊരു മനുഷ്യനായിരുന്നു. നീ നന്നാണുള്ളവരുടെ ഒന്നും നിനക്ക് എന്തടേ കിട്ടാ? എനിക്ക് കോളേജ് വിട്ടു പോകണത് ഇഷ്ടമല്ല. കോളേജ് വിട്ടു പോയാൽ സാറിനെ കാണാൻ പറ്റൂ, ഈ കോളേജ് കാണാൻ പറ്റൂ. അതുകൊണ്ട് ശിഷ്ടകാലം എനിക്ക് ഇവിടെ തന്നെ ജീവിച്ച് തീർത്താൽ മതി. ഇഷ്ടകാലം നീ എന്നെ കഷ്ടത്തിലാക്കലയുടെ പറഞ്ഞു. യവന്മാര് നിന്നെ പോകാൻ സമ്മതിക്കില്ല കേട്ടാ. യവ ഈ തലമുറയല്ല, പിറക്കും തലമുറ നശിപ്പിക്കാൻ വേണ്ടി ഈ കോളേജിൽ അവതാരം എടുത്തേക്കണം. സാർ എന്തൊരു സാറേ, നമ്മൾ എത്രത്തോളം അടുക്കാൻ വന്നാലും സാറ് നമ്മൾ അകറ്റി വിടണം അല്ലടാ ബമ്മു. അടുക്കും തോറും അകലുന്ന ഒരു സാധനം. ആരാണ് ആയ വിളിക്കാൻ? സാറേ ആര് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകും സാറേ. എന്റെ വീട്ടിലെ അവസ്ഥ സാറിന് അറിയാലോ. സാറിനെയും ഈ കോളേജിനെയും ഇവരെയൊക്കെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എന്തായാലും പോകാതിരിക്കാൻ പറ്റൂലല്ലോ സാർ. പറഞ്ഞു നീ പോണം, നീ പോയേ പറ്റൂ. അങ്ങനെ യുവമാരെ നന്നാകാൻ വേണ്ടി ജോലി അന്വേഷിച്ച് കോളേജ് വിട്ടിറങ്ങും. അപ്പൊ ഈ കോളേജ് മൊത്തം നന്നാവും. നല്ല കണ്ടുപിടുത്തം. ക്ലാസ്സിൽ പോകാൻ സമയമായില്ലേ? അല്ലാതെ പോകാൻ സാറിൽ പിടിച്ചു നിർത്തിയ കൂടെ പോകാത്തതിന്റെ ദേഷ്യമുണ്ട്. ആരും ഇവിടെ ആരെങ്കിലും കൂടെ പഴങ്ങി മതിയായിരുന്നു. മനുഷ്യന് മനസ്സമാധാനം കിട്ടും. നീ എന്നടേ ട്രെയിനിങ്ങിന് പോകണം? ഉടനെ പോണം സാർ. കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരട്ടെ. നീ ഒരു കാര്യം ചെയ്യും, ഉമാനിടെ ചെന്ന് പറ, എന്റെ ബാങ്കിൽ നിന്ന് ഒരു 5000 രൂപ എടുത്തു തരാൻ. കുടുംബം ഷൂസൊക്കെ വാങ്ങി കേട്ടാ. പിന്നെ പൈസക്ക് ഇനിയല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. സാറേ നമുക്ക് വേണം ഡ്രസ്. എനക്ക് അവിടെ പോയ ഞങ്ങൾ കുറുജുവിനെ യാത്ര അയക്കാൻ പോട്ടെ സാറേ. ഉള്ളതൊക്കെ ഇട്ടോണ്ട് അങ്ങ് പോയാൽ മതി. പോടാ അവിടെ പോടാ. സാറിന്റെ ഈ മനസ്സിന് കൊടുക്കണം പൈസ അല്ലേ? അങ്ങനെ പൊറിഞ്ചുവിന്റെ കോളേജ് ജീവിതം അവസാനിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ വിഷമമുണ്ട്. തമ്മിലടിച്ചും ബഹളം വെച്ചുമൊക്കെയാണ് ജീവിച്ചിരുന്നെങ്കിലും പൊറിഞ്ചുവിന് നമ്മളോട് സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയാ, അനാവശ്യം ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല. അക്കാര്യത്തിൽ പൊറിഞ്ഞു ജെന്റിൽമാനാണ്. ഓ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്താ പൊറിഞ്ചുവിന്റെ അടുത്ത് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഓ, അനാവശ്യം പറ, ഇങ്ങ് വരട്ടെ. എനിക്ക് ആ മുഖത്ത് നോക്കുന്നതേ എനിക്ക് ഇഷ്ടമില്ല. അതെന്താ അത്രയ്ക്ക് മോശമാണോ അവന്റെ മുഖം? അതല്ല, കുറെ നേരം നോക്കുമ്പോ എനിക്ക് എന്തോ പോലെ. എന്തുപോലെയാ? എന്തുപോലെ അല്ല, ചിലപ്പോ തോന്നും പാവമാണെന്നോ, ചിലപ്പോ എനിക്കറിഞ്ഞുകൂടാ. അവന്മാരെ കൂടെ നടന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പറഞ്ഞത്. ഇന്നാൾ നോക്കിയപ്പോഴാണ് ആ മതിന്റെ പുറത്ത് അറിയുന്ന ഡാൻസ് കളിക്കുന്നത്. എനിക്ക് കാൽ തെറ്റി തറ വീണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കൂലായിരുന്നോ? അത് പോട്ടു. വേറെ ദിവസം നോക്കിയപ്പോഴാണ് ബൈക്കിൽ കൈവിട്ട് പോണ്. ആർക്കൊക്കെ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാ നഷ്ടം? എനിക്കല്ലേ. കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. മോളെ ഗുണ്ടു, നീ പറഞ്ഞു എങ്ങോട്ടാ കയറി പോന്നെ? ഇതൊക്കെ പ്രേമത്തിന്റെ ലക്ഷണമാ മോളെ. നീ നേരിട്ട് പോയി പൊറിഞ്ചിനോട് സംസാരിക്കേ. ലാസ്റ്റ് പൊറിഞ്ചു പോകുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ലേ? ഗുണ്ടു, നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? ഞങ്ങൾ ശരിയാക്കി തരുമായിരുന്നല്ലോ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. നീയൊക്കെ ശരിയാക്കി കൈ തരുമെന്ന്. നിനക്ക് ശരിക്കും പൊറിഞ്ചുവിന് ഇഷ്ടമാണ്? അതൊക്കെ ഞാൻ പറയേണ്ടടുത്ത് പറഞ്ഞോളാം. പറയേണ്ട സമയം തോന്നണേ. അവരൊക്കെ വരുന്നുണ്ട്. അനു പറഞ്ഞോണേ. എന്തായാലും ഡ്രസ്സൊക്കെ എടുത്ത് തന്നല്ലേ സാർ? സത്യത്തിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. നീ പോണടാ, നീ പോയിട്ട് ഞങ്ങൾക്ക് ഒരു വിസ അയച്ചു തന്നാ മതി. അല്ല സോറി, ഗൾഫിലേക്ക് അല്ലല്ലോ ഓടി നടന്ന് യാത്ര പറച്ചില്ലാണെന്ന് തോന്നുന്നു. ട്രെയിനിങ് എന്നാ പോന്നെ? ഉടനെ പോണം. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അല്ല പ്രദീപ്, പോകുന്നതിൽ വിഷമമുണ്ടോ? പിന്നെ വിഷമമില്ലായിരിക്കും. നിങ്ങളൊക്കെ വിട്ട് വരുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്നാലും ശരീരം എവിടെയും മനസ്സ് ഇവിടെ ആയിരിക്കും.
അതെ അതെ, ശത്രുരാജ്യത്ത് നിന്ന് വെടിയേറ്റാലും മനസ്സിനൊന്നും പറ്റൂല. മനസ്സ് ഇവിടെയല്ലേ. എടീ, നീ കരുനാക്കടുത്ത് വിളക്കല്ലേ. അതെങ്ങനാ ഈ കൂട്ടത്തിൽ നല്ല മനസ്സുള്ള ഒറ്റ എണ്ണം എല്ലാം സാഡിസ്റ്റുകളാ. എനിക്കൊരു അപേക്ഷയുണ്ട്. അവനെ യാത്ര അയക്കുമ്പം തമ്മിൽ തല്ലുകൂടാതെ സന്തോഷത്തോടെ അയക്കണം. അവൻ പോണത് ഒരു മരണ മുഖത്താണ്. രവിയണ്ണ, ഇവക്ക് എന്ത് പറ്റി? മുഖമൊക്കെ തൊടുത്ത് ചുവന്ന് വായും പൊളിച്ച് നിൽക്കുന്നത് തട്ടിപ്പോയാ? എന്താണ് ഇതുവരെ കാണാത്തൊരു ഭാവം? ഭൂമി ദേവി പുഷ്പിണി ആയതുപോലെ താരും തടിലൊക്കെ ഇട്ട് ഗുണ്ടടി. മനസ്സില്ല ശല്യപ്പെടുത്തുന്നുണ്ടോ? കഴിച്ചതുപോലെ തൊണ്ടായി കുരുങ്ങി കാണും. മനസ്സിലാ കുടുങ്ങിയത്. മനസ്സിലാ? ആ അതെ അതെ, നമ്മളൊക്കെ ഒന്ന് മാറിക്കൊടുക്കണം. അനുവിന് പൊറിഞ്ചിനോട് പേഴ്സണലായി എന്തോ സംസാരിക്കാനുണ്ട്. വാ 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 വാ. ആരും പോകുന്നു വേണ്ട, ഞങ്ങളൊക്കെ നിൽക്കുമ്പോ സംസാരിച്ചാ മതി. ഓ, ഒരു പേടി കണ്ടില്ലേ നിങ്ങളെ? കാരാ ചേട്ടാ പട്ടാളത്തിനെടുത്ത്. രവിയണ്ണ, ഇവിടെ നമുക്ക് അങ്ങനെ മാറി നിൽക്കാം. മാറി ഒളിച്ചെന്ന് കേൾക്കാൻ പാടില്ല. അതെ, എന്റെ അടുത്ത് എന്താ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ വല്ല വഴക്കൊക്കെ കുത്തിപ്പൊക്കി കേസാക്കാനുള്ള പരിപാടിയാണെങ്കിൽ എനിക്ക് പോകാക്കത്തില്ല. ചതിക്കരുത്. വഴക്കോ കേസോ? പ്രദീപിനെ ചതിക്കാനോ? എന്താ പ്രദീപ് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ കുറിച്ച് പ്രദീപ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നേ? നീ എന്താ കാര്യം പറ, എനിക്ക് പോണം. പ്രദീപിന് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഞാൻ പോട്ടെ. നിൽക്ക്. എന്താ എന്നെ കാണുമ്പോ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താ ഇങ്ങനെ നെർവസ് ആകുന്നേ? പ്രദീപേ, ഇതിന്റെ അർത്ഥം എന്നെ ഇഷ്ടമാണെന്നല്ലേ? ഇഷ്ടോ? ആ, ഇഷ്ടമല്ലേ? അതെ, എന്നെ എന്റെ അപ്പച്ചിയാണ് വളർത്തിയത്. അപ്പച്ചി എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. തല്ലും പിച്ചും പട്ടിണിക്കിടും. എന്നെ ഒരുപാട് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. ജോലി ചെയ്തില്ലെങ്കിൽ അപ്പച്ചി ചട്ടുവം പഴിപ്പിച്ചിട്ട് എന്റെ ഇവിടെ വയ്ക്കും. എനിക്ക് എന്റെ അപ്പച്ചിയെ ഭയങ്കര പേടിയായിരുന്നു. അപ്പച്ചിയുടെ അതേ മുഖമാണ് നിനക്ക്. അതുകൊണ്ടാണ് ഞാൻ നെർവസ് ആവണം. അല്ല നീ വിചാരിക്കണ പോലെ ഒന്നും അല്ല. കള്ളത്തരം എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയില്ലേ? എനിക്കറിയാം. അപ്പച്ചി വീട്, അപ്പച്ചി അപ്പച്ചി വീട്, അപ്പച്ചി. അപ്പച്ചി ഈ പെണ്ണിന് ഭ്രാന്താ. നിനക്ക് സ്നേഹത്തിന്റെ വില അറിഞ്ഞൂടാ?